ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. സോ ഭയങ്കരമായിട്ട് ഹാപ്പി എന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നെ ശരിക്കും ഈ രണ്ട് സൈഡ് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് സൈഡ് ചിരി എങ്ങനെ നിൽക്കുന്നില്ല, അതാണ് സംഭവം. ഹാപ്പി എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഇക്ക നാളെ വരുന്നുണ്ട് ഗായ്സ്. നാളെ ഇക്ക വരും ഇൻഷാ അല്ലാ. പെട്ടെന്ന് ഇട്ടാ കഴിഞ്ഞ ഇതിൽ വന്നപ്പാടും സർപ്രൈസായിട്ട് വന്നത്. ഇതിൽ പെട്ടെന്ന് കടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും കഴിയുന്നുണ്ടായി ചേട്ടാ, വയറുവേദന ആയിട്ട് കഴിയുന്നുണ്ടായി. ഞാൻ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നാളെ വരുന്നതെന്ന് അറിയിച്ചു. അത് കേൾക്കുമ്പോഴല്ല ശരിക്കും യൂണിഫോന്ന് ഞാനിപ്പോൾ ഹെയറിലുണ്ട്. അപ്പം പറയുമ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ താഴെ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ നാളെയൊക്കെ വരുന്നവരെന്നാണ് കള പറയുന്നത്. ഞാൻ പറഞ്ഞു ശരിക്കും. അപ്പോഴത്തേക്ക് ലൈവിലുണ്ട് കേട്ടോ, കോളുണ്ട്. അപ്പോൾ ഇങ്ങനെ മുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഷോക്കിൽ തന്നെ കുറച്ച് നേരം ഉണ്ടായിന്. ആ ഹാപ്പി അങ്ങനെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സോ എന്താ പറയുക, ഇപ്പം ഞാൻ ഈ മൊയിലാഞ്ചി വെച്ചിട്ടുണ്ട്. ചമ്മ വെച്ചത്, ഇത് ഞാൻ വെച്ചത്. ഇതല്ല പാങ്ങില്ല. ഈ മൊയിലാഞ്ചി കാണും. എൻ്റെ ഇക്കാക്ക് മൊയിലാഞ്ചി ഭയങ്കര ഇഷ്ടം. എൻ്റെ കയ്യിൽ മൊയിലാഞ്ചി കാണുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടം. സോ ഇക്ക എപ്പോഴും ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാൻ മൊയിലാഞ്ചി വെക്കും. പോകുമ്പോൾ വെക്കില്ല, വരുമ്പോൾ എപ്പോഴും ഞാൻ വെക്കും. പോകുമ്പോൾ കരഞ്ഞിട്ടാണ്ട് അതിന് ടൈം ഉണ്ടാവും. സോ നാളെ വരുന്നതുകൊണ്ട് മൊയിലാഞ്ചി ഓൾറെഡി പരക്കുണ്ടായിന് കേട്ടോ. ചുമ്മു പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടായത് ഉണ്ടായിന്. സോ അതുകൊണ്ട് തന്നെ വെച്ച് പണ്ടെല്ലാം ചുമ്മു മൈലാഞ്ചി വെക്കാൻ അറിയില്ല കേട്ടോ. എൻ്റെ പൊന്നെ മംഗലം കഴിഞ്ഞ ആ ടൈമിലുണ്ടല്ലോ, എൻ്റെ കാലും കൈയെല്ലാം കാണേണ്ടത് തന്നെ. ഒന്നാമത് നമ്മൾ കൊറോണ ടൈമിൽ മംഗലം കഴിഞ്ഞത്. അപ്പം ഓള് ഞാൻ മംഗലം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടല്ല, അത്യാവശ്യം അപ്പുറം കളിക്കാനെല്ലാം പോകുന്നുണ്ടായിരുന്നു. 2 ദിവസം പോയിട്ടുണ്ടായിന്. പിന്നെ പോയിട്ടാട്ടാ ഇടന്നെ. അപ്പം ഞാൻ കിട്ടിയ ചാൻസ് അല്ലേ. അപ്പോൾ എനിക്ക് പറയും, ബാബി കൈ തരൂ, ബാബി കാല് തരുമെന്ന്. കാലെല്ലാം കാണുക തന്നെ മറ്റേ റോട്ട് കണിക്കുണ്ടാവും ഓരോരോ പൂ. എൻ്റെ പൊച്ചോനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, അങ്ങനത്തെ പൂ വെച്ചിട്ടുണ്ടാവും കേട്ടോ. സോ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലതാ, നല്ല രസമുള്ള ഇത് വെച്ചിട്ടുണ്ട്. അല്ലേ, കാണുന്നില്ല. ഇതാ ഒക്കെ അറിയുന്ന കണിക്കോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് വെക്കും കഴിച്ച്. അതിപ്പോൾ അങ്ങുണ്ടോ ഇല്ലയോ അതല്ല, പക്ഷേ മൊത്തത്തിൽ കയ്യിൽ നിറച്ച് മൊയിലാഞ്ചിക്കൊക്കെ കാണണം, അതാണ് മെയിൻ. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഇക്ക ലാസ്റ്റ് ആഗസ്റ്റ് അങ്ങനെ എന്താകുമ്പോൾ പോയത്. ഇന്ന് വരുന്നുണ്ട് ഗൈസ്. ഈ പ്രവാസി പറയുന്ന ലൈഫ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ എത്ര കാലം കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ 5 കൊല്ലം, ഒരാൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ഒരു വരുന്ന ടൈം ഉണ്ടല്ലോ, അത് 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 പ്രവാസിൻ്റെ വൈഫ് പേരൻസിനെ മനസ്സിലാവും കേട്ടോ. അങ്ങനത്തെ ഒരു ഉള്ളിൽ, അതായത് എപ്പോൾ കാണും ആ വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ. ഒന്നാമത് ഇപ്പം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഈ ടിക്കറ്റ് ഉണ്ടല്ലോ ഈ വീക്കെൻഡ് എടുക്കുന്നതാണ്. ഈ വീക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടല്ലോ, അതായത് ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പോകുന്നത് ഒരു ദിവസം പോയാൽ കാണിക്കട്ടെ. ടൈം പോകുന്നില്ല, ഇങ്ങനെ എണ്ണി ഇരിക്കണം. പഠിച്ചോനെ ടൈം വന്നിട്ട് അങ്ങനത്തെ ഒരു ടൈം, എന്താ പറയുക, ടൈം പോവാത്തൊരവസ്ഥ. പക്ഷെ ആ കാത്തിക്കുന്നതിലും ഒരു ഹാപ്പി ഉണ്ട് കേട്ടോ. അത് വേറെ തന്നെ ഒരു ഫീല്. മൊത്തത്തിൽ എന്താ പറയുക, ഫുള്ള് ഹാപ്പി ആയിട്ടുണ്ട്. എനിക്ക് ശരിക്കും വയറുവേദന എവിടെ പോയെന്ന് അറിയില്ല, അത്രയും ഹാപ്പി ആകുന്നുണ്ട്. ഇൻഷാ അല്ലാ നാളെ ഐ തിങ്ക് കണ്ണൂരായിരിക്കും, ഞങ്ങൾക്ക് അറിയില്ല. കണ്ണൂരില്ല, ബാംഗ്ലൂർ ആയെങ്കിൽ ടെൻഷനേ ഇല്ല, പെട്ടെന്ന് എത്തുമല്ല. കാസർഗോഡ് റോഡ് മൊത്തത്തിൽ ശരിയായത് കൊണ്ട് പെട്ടെന്ന് എത്തും. പക്ഷെ എനിക്ക് തോന്നുന്നത് കണ്ണൂരായിരിക്കും എന്ന് പറഞ്ഞിട്ട്. എന്താ പറയുക, ഇക്ക അടുത്ത മാസം വരുന്നുണ്ടായിന്, കല്യാണമുണ്ട്, കസിൻ്റെ കല്യാണമുണ്ട്. സോ അതിനായിട്ട് വരും എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മാസം നാളെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടാ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചെങ്കിൽ ഈ മന്ത് തന്നെ നമ്മളെ വെഡിങ് ആനിവേഴ്സറി. സോ 4 ഇയറായി നമ്മളെ മംഗലം കഴിഞ്ഞിട്ട്. എത്ര പെട്ടെന്നറിയാം, ടോട്ടൽ ഇക്കനെ കണ്ടിട്ട് 14 കൊല്ലമായി. അപ്പം എന്താ അറിയില്ല, ഇപ്പം മംഗലം കഴിഞ്ഞിട്ട് 4 ഇയർ ആയിക്കോണ്ട് വന്ന്. എന്താ പറയുക, തായ കുലുമാലിട്ടാ തായ ഇപ്പം അയ്യനടിച്ചിട്ട് പോയത്. അങ്ങനെ എന്താ എനിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല, അത്രയും ഹാപ്പി ആകുന്നുണ്ട്. സംഭവം അതാണ്. ഈ ലൈഫിലുണ്ടല്ലോ, ഒന്നെങ്കിൽ കുറച്ച് പൈസക്കാരായിട്ട് ജീവിക്കണം. എന്താ വെച്ചാൽ കടമില്ലാതെ ജീവിക്കണം. പൈസക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കടയില്ലെങ്കിൽ നമ്മൾ പൈസക്കാരൻ്റെ കേസ്.
ഒരു കട ഇങ്ങനെ അന്തസ്സിലൊരു ജീവിക്കാം. ഇത് ആടെ കൊടുക്കണം, ഈടെ കൊടുക്കണം, അത് ഇത്. എൻ്റെ പൊന്നെ കട്ടയുള്ള ലൈഫ് ഉണ്ടല്ലോ, എപ്പം തീരുന്ന ഈ തീന്നിട്ടാണ് നമ്മളെ ലൈഫ് ഇനി സ്റ്റാർട്ടാക്കണേ. ഇന്നും നമ്മളെ ലൈഫ് സ്റ്റാർട്ടായിച്ച മംഗല കഴിഞ്ഞ പാട് സ്റ്റാർട്ടാവും. 10 ഇയർ ലോ ആക്കിച്ച് ഇപ്പം 4 ഇയറായി മംഗല കഴിഞ്ഞിട്ട്. ഈ 10 ഇയർ വെയിറ്റ് ആക്കി നമ്മൾ കല്യാണം നമ്മളെ ലൈഫ് സ്റ്റാർട്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ആ ടൈം ഉണ്ടല്ലോ, അതിനായിട്ട് ഇത്ര കാലം വെയിറ്റ് ആക്കി. ഇപ്പോൾ 4 കൊല്ലമായി. ഇപ്പോൾ ഉള്ള ടെൻഷന് എപ്പം നമ്മൾ ഇനി ശരിക്കും ജീവിതം സ്റ്റാർട്ടാക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ കടം പ്രശ്നം അതെല്ലാവരും വീട്ടിലുള്ളത് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്നല്ല, എല്ലാ പ്രവാസി ആവാൻ കാരണം തന്നെ ഈ കടം. പിന്നെ ഒന്ന് ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടി, ലൈഫ് സെറ്റിലായിട്ട് നമുക്ക് വരുമാനം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഓക്കെ ആടെ നമുക്ക് അതിന് കുറച്ച് പൈസ കിട്ടും, ഇല്ലയെന്നല്ല, ചെറിയതായി. ഈടെ ഒരു 20,000 രൂപ ശമ്പളം കിട്ടിയാലും ആടെ 20,000 രൂപ ശമ്പളം കിട്ടിയെങ്കിൽ രണ്ടിൽ വ്യത്യാസമുണ്ട്. ആടത്തത് ഒരു ബർക്കത്ത് പറയണേ, ഈടുന്ന് അയ്യൻ്റെ കുലുമാലിട്ടാ ഉമ്മാനോന് ഒരു വിധാക്കുന്നുണ്ട്. സോ ആടത്തത് എന്താ വെച്ചെങ്കിൽ ഈടെ ഒരു 20,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു മാസം അത് ഏട് പോയിന്നറിയില്ല. പക്ഷെ ആടെ കിട്ടിയ പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് മാനേജ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എന്താ പറയല്ലേ, പ്രവാസി അങ്ങോട്ടുണ്ടെങ്കിൽ രണ്ടാളും അങ്ങോട്ട് സെറ്റിലാണ്. ഇപ്പോൾ വൈഫും ഹസ്ബൻഡ് അങ്ങനെ, ഇല്ല ഫാമിലി ഒന്നിച്ചിട്ട് അങ്ങോട്ട് സെറ്റിലാവണം, അങ്ങനെ വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ കിട്ടുന്ന പൈസ അങ്ങനെ കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മളെ ഹാപ്പിയുള്ള ലൈഫിൽ നമ്മൾ പോവും. ഇതൊന്നും ഓക്കെ ആടെ അവരെത്ര കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് പൈസ കിട്ടിയിട്ടും അവർക്ക് ആടെ ഹാപ്പി ഇല്ല, നമുക്കിടെ ഹാപ്പി ഇല്ല. ഇതന്നെ ചിന്തിരിക്കും, ആടെ കൊടുക്കണം, ഈടെ കൊടുക്കണം. ഇതെല്ലാം ഇപ്പം തീരുമല്ലേ നമ്മളെ ഈ ലൈഫ്, പ്രവാസി ജീവിതം എപ്പം നിൽക്കും. ഇതൊരു കഷ്ടം. ഇനി ഇപ്പോൾ ഈ ഹാപ്പിയിലുണ്ട്, പക്ഷെ ഇപ്പം വരുന്നതിനേക്കാളും പോവല്ലേ 2 മാസം 1 മാസം നിന്നിട്ട് പോവല്ലേ, അതാണ് ടെൻഷൻ. വരുന്നത് ഒരു ഹാപ്പി എങ്കിലും വരുന്ന അത്ര ദിവസം എങ്ങനെയെങ്കിലും ഹാപ്പി വേണമെന്നാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടായാൽ മതി. പിന്നെന്താ പറയുക, പിന്നെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചെങ്കിൽ എൻ്റെ എപ്പോഴും നാട്ടിൽ വരുന്നത് മഴക്കാലത്തിട്ട. അതാണ് പ്രശ്നം, ഏടും പോകാൻ പറ്റില്ല. ഒന്നാമത് നമ്മളെ പെര കണ്ടത്തിലായതുകൊണ്ട് ഫുള്ള് ഇത് വെള്ളം നടുക്ക് പെര. നമ്മളെ ഉപ്പാൻ്റെ എല്ലാം അര വരെ ഉണ്ടാവും കേട്ടോ, എൻ്റെ എല്ലാം ചെസ്റ്റ് വരെ ഈടെ വരെ ഉണ്ടാവും വെള്ളം. കണ്ടത്തിൽ നിന്നെങ്കിലും കാണില്ല, നമ്മളാരും കാണില്ല, മുങ്ങിപ്പോവും. നമ്മളതായത് നമ്മളെ റോഡ് ഉണ്ടല്ലോ, ആടെ എത്തിയെങ്കിൽ തന്നെ ഇവിടെയുണ്ട്. എൻ്റെ കല്യാണം വരാനുണ്ട്, മഴയെല്ലാം വന്നെങ്കിൽ സീന് നമ്മൾ എങ്ങനെ നീന്തിക്കൊണ്ട് പോകേണ്ടി വരും, എന്താക്കും. അപ്പം എന്താ പറയുക, ഇന്നത്തെ വിശേഷം ഞാൻ എൻ്റെ ഇക്ക വരുന്നു ഗൈസ്, അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ദുആക്കുക സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇക്ക വന്നിട്ട് നാളെ ഞാൻ അവിടെ പോകുന്ന വ്ളോഗായിട്ട് ഇട്ടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കാം. ബായ്. ഇനി ഈ കൈക്ക് മൈലഞ്ച് വെക്കാനുണ്ട് ഗൈസ്, ഈടായി ഇനി ഈടെയും ഈടെയുണ്ട്. അപ്പോൾ ഓക്കെ ബായ്, അതും വെക്കിട്ട്.